ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് ഡാഡിയുടെയും മമ്മിയുടെയും 50ാം വിവാഹ വാർഷികം ഗോൾഡൻ ജൂബിലി സെലിബ്രേറ്റ് ആഘോഷിക്കുന്നതിന് വേണ്ടിയാണ്. ആദ്യമായിട്ട് ജൂബിലിയൻസിനെ നമുക്ക് സ്റ്റേജിലേക്ക് ക്ഷണിക്കാം. പ്ലീസ് കം. അവർക്ക് ബൊക്കെ നൽകി സ്വീകരിക്കുന്നതിനായി അവരുടെ പേരക്കുട്ടികളായ അക്ഷയെയും ആശിഷിനെയും. അടുത്തതായി രണ്ടുപേരും മാല ചാർത്തുന്നതായിരിക്കും. പരസ്പരം മാല ചാർത്തി നമ്മുടെ 50 വർഷം മുമ്പ് നടന്ന വിവാഹത്തിന്റെ ഓർമ്മ പുതുക്കുന്നു. പണ്ട് ഒരു മാലയുടെ ഊരാൻ ബുദ്ധിമുട്ടായിരുന്നു, ഇപ്പൊ പെട്ടെന്ന് ഊരുണ്ട്. നമുക്ക് ഒരു ചെറിയ പ്രാർത്ഥനയാണ്. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. കാരുണ്യമായ പിതാവേ, 50 വർഷങ്ങൾക്ക് മുമ്പ് വിവാഹത്തിൽ ഞങ്ങളുടെ ഡാഡിയെയും അമ്മയെയും ഒന്നിപ്പിക്കുകയും ഇപ്പോൾ സുവർണ്ണ ജൂബിലി ആഘോഷിക്കുവാൻ അവസരം നൽകുകയും ചെയ്തതിനെ ഹൃദയപൂർവ്വം ഞങ്ങൾ നന്ദി പറയുന്നു. ശുഭപ്രതീക്ഷയോടും സന്തോഷത്തോടും കൂടെ മധുരഭോജ്യം ആസ്വദിച്ചുകൊണ്ട് കുടുംബജീവിതത്തിൽ പ്രവേശിച്ച ആ ശുഭമുഹൂർത്തം ഇപ്പോൾ ഞങ്ങൾ അനുസ്മരിക്കുന്നു. ഇവരെ വിവാഹവേദിയിലേക്ക് ഉയർത്തിയ മാതാപിതാക്കന്മാരെയും ബന്ധുജനങ്ങളെയും വിവാഹം ആസ്വദിച്ച അച്ഛനെയും ഞങ്ങൾ കൃതജ്ഞതാപൂർവ്വം സ്മരിക്കുന്നു. ഇവരെയും ഇന്ന് ഈ കർമ്മങ്ങളിൽ സംബന്ധിക്കുന്നവരെയും ദയപൂർവ്വം ആശീർവദിക്കാമേ. അടുത്തതായി വേദപുസ്തക വായനയാണ്. വേദപുസ്തക വായന ശ്രീ ജൂസിയെ ക്ഷണിക്കുന്നു. രണ്ടാമത്തെ മകൾ. A reading from the book of Romans, chapter 12, verses 9 to 13. Let love be genuine. Hate what is evil. Hold fast to what is good. Love one another with mutual affection. Outdo one another in showing honor. Do not lag in zeal. Be ardent in spirit. Serve the Lord. Rejoice in hope. Be patient in suffering. Persevere in prayer. Contribute to the needs of the saints. Extend hospitality to the strangers. This is the word of the Lord. Thanks to the Lord. സൗഭാഗ്യപൂർണമായ കുടുംബജീവിതം വഴി അങ്ങയുടെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്കിടയാക്കിയതിനെ കുറിച്ച് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. സുദീർഘമായ 50 വർഷങ്ങൾ സുരക്ഷിതരായി ഇവരെ പരിപാലിച്ച് ഈ ജൂബിലി ആഘോഷിക്കുവാൻ ഇവർക്ക് അവസരം നൽകിയതിനെ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. സൽഗുണ സമ്പന്നരായ മക്കളെ നൽകി ഇവരനുഗ്രഹിച്ചതിനും സുഖത്തിലും ദുഃഖത്തിലും മറ്റും മനസ്സിടിയാതെ മുന്നോട്ട് നീങ്ങുവാൻ ഇവരെ പ്രാപ്തരാക്കിയതിനും കർത്താവെ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ആമേൻ. നമ്മുടെ ഫംഗ്ഷനിലേക്ക് കടക്കാം. ജൂബിലിയുടെ സെലിബ്രേഷനിലേക്ക്. ഒരാളുമായി 50 വർഷം ചെലവഴിക്കുന്നത് ഒരു യഥാർത്ഥ പ്രതിബദ്ധതയാണ്. അത് ആഘോഷിക്കപ്പെടേണ്ടതാണ്. Yes, today we are going to celebrate 50th wedding anniversary of Sri Baby Baby and Sisi Baby. 50 വർഷം ഒരാളുമായി ജീവിക്കുക എന്നതിനർത്ഥം അവരെ പൂർണ്ണമായും അറിയുക എന്നതാണ്. അവരുടെ തെറ്റുകൾ, കഴിവുകൾ, ഭയം, സ്വപ്നങ്ങൾ, പ്രതീക്ഷകൾ, ബലഹീനതകൾ, ശക്തികൾ എന്നിവ തിരിച്ചറിയുക എന്നതാണ്. നിങ്ങളുടെ സ്നേഹത്തിന്റെയും അനുകമ്പയുടെയും അസൂയാവഹമായ പങ്കാളിത്തത്തിന്റെയും യാത്ര ഞങ്ങൾക്കെല്ലാം പ്രചോദനമാണ്. Yes, today we gathered here for celebrating the golden jubilee of Daddy and Mummy. നിങ്ങളെ എവരെയും ഡാഡിയുടെയും മമ്മിയുടെയും 50ാം വിവാഹ വാർഷികാഘോഷ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
ഈ അവസരത്തിൽ ഇവരുടെ മാതാപിതാക്കളെ അനുസ്മരിക്കുക ഉചിതമായിട്ട് എനിക്ക് തോന്നുന്നു. ഡാഡിയുടെ മാതാപിതാക്കളെ കുറിച്ച് പറയുകയാണെങ്കിൽ കണ്ണനായ്ക്കൽ പാലേക്കര വാറുണിയുടെയും മറിയൻകുട്ടിയുടെയും മൂത്ത മകനായി ജനിച്ചു. വിദ്യാഭ്യാസത്തിന് ശേഷം പ്രവാസി ജീവിതം, ആദ്യം ബാംഗ്ലൂരിലും അതിനുശേഷം ചെന്നൈയിലും. എംബാർക്കേഷൻ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും സൂപ്രണ്ടായി റിട്ടയർ ചെയ്തു. ഡാഡിയുടെ അപ്പനമ്മയും ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല. അവരെ നമുക്ക് പ്രത്യേകം സ്മരിക്കാം. അടുത്തതായി മമ്മിയുടെ മാതാപിതാക്കളെയാണ്. അരിമ്പൂര് വറീദ് റോസി ദമ്പതികളുടെ മൂത്ത മകളായി ജനിച്ചു. മമ്മിയുടെ അമ്മ ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല. അപ്പച്ചൻ ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട്. മമ്മിയുടെ അമ്മ റോസി മാമയെ നമുക്കിപ്പോൾ പ്രത്യേകം സ്മരിക്കാം. അടുത്ത ഡാഡിയുടെ ചേട്ടനിയന്മാര്, സഹോദരന്മാരെ കുറിച്ചൊന്ന് ഇൻട്രഡക്ഷൻ ചെയ്യുന്നത് നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു. ആദ്യമായി സിസിലിയമ്മായി, എൽസിയമ്മായി, ജോൺ പേപ്പൻ, സിസ്റ്റർ ലിസി തെരേസ്, ലേറ്റ് ഫാദർ റാഫേൽ പാലേക്കര, ആൻഡ് പേപ്പൻ, ഷോയ് പേപ്പൻ, ബെന്നി പേപ്പൻ. ഇപ്പോൾ നമ്മുടെ കൂടെ ഫാദർ റാഫേൽ പാലേക്കര ഇവിടെ നമ്മുടെ ഇവിടെ പറഞ്ഞ് 24 വർഷം തികഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം ഈ കുടുംബത്തിന് ഒരു നമ്മുടെ സഭയ്ക്ക് തന്നെ ഒരു സാക്ഷി ആയിട്ട് മണിപ്പൂര് ദീമാപൂര് വെച്ച് മിലിറ്റൻസിന്റെ വെടിയേറ്റ് മരിച്ച് 24 വർഷം തികയാണ്. അദ്ദേഹത്തിന് പ്രത്യേകം നമുക്ക് സ്മരിക്കാം. മമ്മിയുടെ സിബ്ലിങ്സ് എൽസി മേമ, റാഫേച്ചൻ, ജോയച്ചൻ, റാഫേച്ചൻ, സണ്ണിയച്ചൻ. അടുത്തതായി ഞങ്ങളുടെ ഫാമിലിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട സമയമായെന്ന് തോന്നുന്നു. മൂത്ത മകൾ മേരി ജൂബി എൻ്റെ ഭാര്യയും ഇവരുടെ മൂത്ത മകളുമാണ്. എൻ്റെ മകൾ അക്ഷയ. രണ്ടുപേരെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി രണ്ടാമത്തെ മകൾ റോസ് ജൂസി, ഹസ്ബൻഡ് ജോൺ പോൾ, ഇവരുടെ മകൻ ആശിഷ്. ഇവരെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ഏതൊരു നല്ല ഫംഗ്ഷനും തുടങ്ങുന്നത് തിരി തെളിയിച്ചാണ്. 50 വർഷം ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഡാഡിയും മമ്മിയും ചേർന്ന് തിരി തെളിയിക്കുന്നു. ഒരു കേക്കിന്റെ ഇൻഗ്രീഡിയൻസ് തനിച്ച് രുചിച്ച് നോക്കിയാൽ പ്രത്യേകം ഒന്നും നമുക്ക് തോന്നാറില്ല. അതിന്റെ ചേരുവകൾ കറക്റ്റായി ചേരുമ്പോൾ അതിന്റെ ടേസ്റ്റ് നമുക്ക് ലഭിക്കുന്നു. അതേമാതിരി നമ്മുടെ ജീവിതത്തിലെ സ്നേഹവും സന്തോഷവും സഹനവും ചേരുമ്പോഴാണ് ആ മധുരമായ ജീവിതം ഉണ്ടാകുന്നത്. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. ഇപ്പോൾ അടുത്തതായി നമ്മൾ മധുരം പങ്കുവയ്ക്കുകയാണ്. കേക്ക് ബ്ലെസ് ചെയ്യുന്നതിനായി ഞങ്ങളുടെ ചെന്നൈയിൽ നിന്നും ഞങ്ങളുടെ ഫറോണ വികാരി ഫാദർ ജോർജ് അച്ഛനോട് വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഞങ്ങളുടെ ഹോസൂർ രൂപതയുടെ ആദ്യമായി ഞങ്ങൾക്ക് മദ്രാസ് മിഷൻ, ചെന്നൈ മിഷൻ ആയിരുന്നു അതിൻ്റെ പേര്. അത് ഇരിഞ്ഞാലക്കുട രൂപതയാണ് മിഷന്റെ നേതൃത്വം നൽകിയിരുന്നത്. അന്ന് മുതൽ ഞങ്ങളുടെ ഹോസൂർ രൂപതയ്ക്ക് നെടുത്തൂണായി നിന്നിട്ടുള്ള അച്ഛനാണ് ഞങ്ങളുടെ ജോർജ് അച്ഛൻ. അദ്ദേഹം ചെന്നൈയിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഇവിടെ വന്നിട്ടുണ്ട്. അച്ഛനെ പ്രത്യേകമായി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വേറൊരു പ്രത്യേക കാര്യം കൂടിയില്ല. ഞങ്ങളുടെ അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ വെറും തൊടുതുകൊണ്ടല്ല, ഒത്തിരി പള്ളികൾ ഈ ഹോസ് രൂപതയ്ക്ക് വേണ്ടി
കൺസ്ട്രക്ഷനും എല്ലാ രീതിയിലും ഞങ്ങളെ സഹായിച്ചിട്ടുള്ള അച്ഛനാണ്. അച്ഛനെ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നിട്ടുള്ള അച്ഛനെ ഞങ്ങൾ പ്രത്യേകം സ്വാഗതം ചെയ്യും. ആദ്യമായി അച്ഛൻ നമ്മുടെ കേക്ക് ബ്ലസ്. വൈൻ ഷെയർ ചെയ്യുന്നതിനായി ചടങ്ങാണ്. അവർ ഡാഡിയും മമ്മിയെയും ആ ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി ഞങ്ങളുടെ ഫറോണ വികാരിയച്ഛൻ ജോർജ് അമ്പലച്ചനെ ഷോൾ അണിയിച്ച് ആദരിക്കുന്നതിനായി ഡാഡിയുടെ 2 മരുമക്കളും പെൺമക്കളും ചേർന്ന് ജോർജ് അച്ഛനെ ഷോൾ അണിയിച്ച് ആദരിക്കുന്നു. അതിനപ്പുറം 2 പാരക്കുട്ടികൾ അച്ഛന് മൊമെന്റോ നൽകുന്നതായിരിക്കും. അടുത്തായി മൊമെന്റ് നൽകുന്നതിനായി പേരക്കുട്ടികൾ ആശീഷ് ആൻഡ് അക്ഷയ. എല്ലാ ഫംഗ്ഷൻ കഴിഞ്ഞിട്ടില്ല, മെയിൻ ഫംഗ്ഷൻ തുടങ്ങാണ്. അടുത്തായി മൈക്ക് ഞാൻ അച്ഛനെ ഹാൻഡ് ഓവർ ചെയ്യാണ്. ഇനിയുള്ള ഫംഗ്ഷൻ അച്ഛൻ. സ്നേഹമുള്ളവരെ, സന്തോഷമുണ്ട്. കാരണം ബേബി ചേട്ടനും ചേച്ചിയൊക്കെ ഞാൻ ചെന്നൈയിൽ വന്നിട്ട് 20 വർഷം കഴിയാൻ പോകും. ഞാൻ ചെന്നൈയിൽ വരുമ്പോഴൊക്കെ ക്രിക്കറ്റിനെ പ്രതിനിധീകരിച്ച് ബേബി ചേട്ടനും അവിടുത്തെ ചേട്ടന്മാരൊക്കെ വരാറുണ്ട്. അതിലിപ്പം ബേബി ചേട്ടനും ഡേവിസ് ചേട്ടനും ദേവസ് ചേട്ടനൊക്കെ ഉണ്ട്. അവരൊക്കെ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് ബേബി ചേട്ടനാണ് കുറച്ചും കൂടി കരുത്ത്. യുവത്വമൊക്കെ ലെവലിൽ നീങ്ങുമ്പോൾ ബേബി ചേട്ടനോട് ഭയങ്കര കിടപ്പായി തുടങ്ങി.
ഇപ്പം 50 വർഷമൊക്കെ ആഘോഷിക്കുക എന്ന് പറയുന്നത് ഇത്ര നിസ്സാര കാര്യമല്ല. ഞാനത് പെട്ടെന്ന് ഇവിടെ വന്നപ്പോൾ ബേബി ചേട്ടനിങ്ങനെ 2 വാക്ക് പറയണമെന്ന് പറഞ്ഞപ്പോൾ ബിജോയ് മാല ഇടുന്ന സമയത്ത് ഒരു കാര്യം പറഞ്ഞു. പണ്ടൊക്കെ മാല ഇട്ട് കഴിഞ്ഞാൽ ഊരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, ഇപ്പം മാല ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഊരാന്നാണ് പറയുന്നത്. അതൊരു പരിധി വരെ ശരിയാണ്. ഞാനിപ്പോൾ നമ്മുടെ നാട്ടിൽ 2-3-4 വർഷമായിട്ട്, ഇന്ന് 2018 തൊട്ടാന്ന് തോന്നുന്നു ആ പ്രതിഭാസം തുടങ്ങിയിട്ട് ഭയങ്കരമായിട്ടുള്ള വെള്ളപ്പൊക്കം ഉണ്ടാവും. ആ വെള്ളപ്പൊക്കത്തിന്റെ കാരണം മേഘസ്ഫോടനമാണെന്നൊക്കെയാണ് പറയുന്നത്. ഭയങ്കര ന്യൂജൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒറ്റ തള്ള. പക്ഷെ ഞാൻ നോക്കുമ്പോൾ പണ്ടത്തെ കാരണന്മാരുടെ സ്നേഹവും ഇപ്പോഴത്തെ പിള്ളേരുടെ സ്നേഹവും കുഴപ്പമില്ല, രണ്ടും ഈക്വലാണ്. ബേബി ചേട്ടൻ ചേച്ചിയെ സ്നേഹിച്ച സ്നേഹവും ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേർ സ്നേഹിക്കുന്ന സ്നേഹവും ഈക്വലാണ്. പക്ഷെ അതിൻ്റെ ആ സമയത്തിൽ മാത്രം വ്യത്യാസമുള്ളൂ. ബേബി ചേട്ടൻ ചേച്ചിയെ സ്നേഹിച്ചത് ഈ പശു പാല് കറക്കല്ലേ, തിരിച്ച് ഇങ്ങനെ കറന്ന് പണ്ടത്തെ മഴ എന്നൊക്കെ പറയുന്നത് മെല്ലെ പെയ്യുന്നതാണ്. ആ മഴ ഇങ്ങനെ ആഴത്തിലേക്ക് ഇറങ്ങി, അപ്പൊ വെള്ളപ്പൊക്കം ഉണ്ടാവില്ല. വെള്ളം ഇങ്ങനെ താഴേക്ക് ഇറങ്ങി അത് ഭൂമിയുടെ അടിയിലേക്ക് പോകും. ഇപ്പോഴത്തെ വെള്ളപ്പൊക്കത്തിന്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഒറ്റ തള്ളാന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലെയാണ് ഇപ്പോഴത്തെ പിള്ളേരുടെ സ്നേഹം. ആ പണ്ടത്തെ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മെല്ലെ സ്നേഹിച്ച് ഇപ്പോഴും ബേബി ചേട്ടൻ ചേച്ചിയുടെ സ്നേഹം ഇപ്പോഴും ഉണ്ട്. ന്യൂജൻ പിള്ളേർ സ്നേഹിച്ചു കഴിഞ്ഞാലോ 4 ദിവസം കൊണ്ട് സ്നേഹം തുടങ്ങി 4 ദിവസം കൊണ്ട് അവസാനിക്കും. ഒറ്റ തള്ള് അതോടുകൂടി കഴിഞ്ഞു. അതാണ് മേഘസ്ഫോടനമാണ് ഇപ്പോഴത്തെ പിള്ളേരുടെ സ്നേഹം. അത് സൂക്ഷിക്കേണ്ട സ്നേഹമാണ്. അതാണ് കാരണന്മാർ. ഇപ്പൊ ഇവരിങ്ങോട്ട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണന്മാര് ആയിട്ടുള്ള നിങ്ങളും ന്യൂജൻ തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് മക്കളെ ഇവരിന്നും പഠിക്കണം. ഹിസ്റ്ററി എന്ന് പറയുന്നത് ഹിസ്റ്റോറി, ചരിത്രം പഠിക്കാത്ത പിള്ളേരാണ് അടിമകളായിട്ട് മാറുന്നത്. ഇന്ന് ഹിസ്റ്ററി പഠിക്കാൻ ആരുമില്ല. ബി എ ഹിസ്റ്ററി താമസ കോളേജിലുണ്ട്. ആര് പഠിക്കണം? ഞാനിപ്പോൾ നടന്നാ വരണേ. ഞാൻ അവിടെ 2-3 മണിക്കൂർ അവിടെ ഇരുന്നിരുന്നു ആ ചാപ്റ്ററിൽ. എല്ലാവർക്കും വേണ്ടത് സയൻസും കമ്പ്യൂട്ടർ സയൻസും ഒക്കെ വേണ്ടു അല്ലെ? ആർക്കും ബി എ ഹിസ്റ്ററി ഒന്നും ആർക്കും വേണ്ട. അതവിടെ വെറുതെ കിടക്കുന്നുണ്ടാവും. ആർക്കും വേണ്ട. എന്തുകൊണ്ടാണ്? ചരിത്രം പഠിക്കാത്ത മക്കളെല്ലാവരും അടിമകളായിട്ട് മാറും. അതാണ് യഹൂദന്മാരെ അടിമകളാവാൻ കാരണം. അവർക്ക് ചരിത്രം അറിയില്ലേ? അവർക്ക് ചരിത്രം അറിയാണ്ടല്ല, ഫറോവിന് ചരിത്രം അറിയില്ലേ? അതുകൊണ്ടാണ് ബൈബിള് പറയുന്നത്, അങ്ങനെ ഒരു പുതിയ രാജാവ് ഈജിപ്തിൽ ഭരണാധികാരിയായി അവന് ജോസഫിനെ പറ്റി അറിവില്ലായിരുന്നു. ജോസഫിനെ പറ്റി അറിവുണ്ടായിരുന്നുവെങ്കിൽ യഹൂദന്മാരെ അടിമകളാകില്ലേ? രണ്ടാമതൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ബൈബിളില് കല്യാണത്തിന് അന്ന് മാത്രം അത് വായിക്കാറുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആരും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. കല്യാണത്തിന് അന്ന് അതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ആരും ശ്രദ്ധിക്കുന്നു. അമ്മമ്മ അല്ല അത് വായിക്കേണ്ടത്. പിന്നെ കുറെ കഴിഞ്ഞ് പ്രസവമൊക്കെ കഴിഞ്ഞ് വഴക്കുണ്ടാകുന്ന സമയത്താണ് അതൊക്കെ വായിക്കേണ്ടത്. ഇതെല്ലാം കൂടി കല്യാണത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാകൂല, ആരും ശ്രദ്ധിക്കൂ. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാണെന്നാ പറഞ്ഞത്. ആരും കേട്ടിട്ടുണ്ടായിരുന്നു? ആര് കേട്ടിരിക്കുന്നു അല്ലേ? നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാണ്. വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളി മത്തങ്ങയുടെ വള്ളി പോലെ കിടക്കുക. ഈ മുന്തിരിവള്ളിക്ക് സ്വയം നിൽക്കാൻ പറ്റില്ല. ഈ മുന്തിരിവള്ളിക്ക് ഒരു ഊട് വേണം. അപ്പോൾ പറയുന്നു, ഞാൻ ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്യാം, സങ്കീർത്തനം 120. അപ്പൊ പറയാണ്, അപ്പോൾ നിനക്കുണ്ടാവുന്ന മക്കള് സൈത്ത് മുള പോലെ മുളകളുണ്ടാവും, കരുത്തറ്റ മുളകളുണ്ടാവും. അപ്പോഴാണ് ഒലിവ് മരത്തിന്റെ ഷൂട്ട് എന്നാ പറയുന്നത്. ഷൂട്ട് ഭയങ്കരമായിട്ട് നല്ല മുളകുണ്ടാവും. എങ്ങനെ ഉണ്ടാവണം? വിളഞ്ഞെടുക്കുന്ന മുന്തിരിനെ പറ്റി ദൈവം പറഞ്ഞതിന് ശേഷമാണ് ഈ കരുത്തുള്ള മുളകളെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മുന്തിരി വള്ളി ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുപോലെ ഒരു സ്ത്രീക്കും ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. ഇന്ന് ചേച്ചി ചേട്ടൻ്റെ ഒപ്പം മുന്തിരിവള്ളിയെ പോലെ നിന്നതുകൊണ്ടാണ് ഇന്നിവിടെ ഈ ഫംഗ്ഷൻ വെച്ചത്. ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും പിള്ളേർക്ക് ചങ്കുടി പറയാൻ പറ്റും 50 വർഷം 25 വർഷമൊക്കെ ഇതുപോലെ ജീവിക്കാൻ പറ്റും? ഞാൻ വിശ്വസിക്കുന്നു പറ്റില്ല. നെവർ. 50 വർഷം എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റില്ല. മാക്സിമം 10 വർഷം ജീവിച്ച ഭാഗ്യം. അതിനൊക്കെ ഡൈവേഴ്സോ. എന്തുകൊണ്ടാ? ഈ മുന്തിരി വള്ളി
ഊണിന്റെ സഹായത്തോടു കൂടിയാണ് വിളഞ്ഞെടുക്കുന്ന മുന്തിരിവള്ളിയാകുന്നത്. അതുപോലെ സ്ത്രീകൾ, കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞ ഫെമിനിസം ഒക്കെ എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും അതിൻ്റെ അതൊന്നും ഒരു കാര്യമൊന്നുമില്ല. സ്ത്രീ എപ്പോഴും ഊണ് ഒരു താങ്ങായിട്ട് നിന്നാൽ മാത്രമേ മക്കള് നല്ലതുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒക്കെ തട്ടിപ്പോകും മക്കളെ. അതാണ് ഇന്ന് ബൈബിള് പറഞ്ഞ സത്യമുള്ളൂ, ബൈബിള് മാത്രമേ പറയാവൂ. ബാക്കി എന്തൊക്കെ സൈക്കോളജിയും എന്തൊക്കെ മനഃശാസ്ത്രവും എന്തൊക്കെ പറഞ്ഞാലും നടക്കില്ല. ഞാൻ 10-20 വർഷം, നിങ്ങളെക്കാളും 10 ഇരട്ടി ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട്. IAS-ഉം IPS-ഉം സിനിമാതന്മാരും നടികളും കമ്മീഷണർമാര്, ഡോക്ടർമാര്, എഞ്ചിനീയർമാര്, കോടീശ്വരന്മാരും ഒക്കെ ഞാൻ കാണുന്നു. 20 വർഷം ഏറ്റവും സീനിയർ പൊസിഷൻ ഞാൻ അവിടെ. അപ്പൊ എനിക്കറിയാം അവിടെ നടക്കുന്ന അഭ്യാസങ്ങൾ. എല്ലാത്തിൻ്റെയും മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് പട്ടിണി മരണമൊന്നുമല്ല, പട്ടിണിയുടെ പേരിലല്ല, എല്ലാത്തിൻ്റെയും പേര് ഈഗോ. EGO, ഈഗോ. അത് മാത്രമേ ചെന്നൈയില് അതിനേക്കാളും അത്രയും ഇവിടത്തേക്കാളും കുറച്ചുകൂടി കുറവാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ കൂടുതലാണ്, ചെന്നൈയിൽ കുറേ കൂടി നല്ല പറയാം. ഞാൻ പലപ്പോഴും ഇവരോട് പറയാറുണ്ട്, ഇവിടെ ജനിച്ചു വളർന്ന, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്, എന്നെ അവിടെ നിന്ന് ഓടിക്കരുത്. അച്ഛൻ അത് പറഞ്ഞത് പറഞ്ഞു. എനിക്ക് നാട്ടിൽ വന്നൊരു പ്രസംഗം പറയാൻ ഭയങ്കര പേടിയാണ്. ഞാൻ പറയാറില്ല നാട്ടിൽ വന്നൊരു പ്രസംഗം, കാരണം ഭയങ്കര പ്രശ്നമാണ്. സോഷ്യൽ മീഡിയാസ് എടുത്തിട്ട് അമ്മാനെ അടുത്തുള്ള സോഷ്യൽ മീഡിയാസിലേക്ക് പോലും ഞാൻ വിചാരിക്കും. നാട്ടിലത്തെ ചെന്നൈയിലും ബാംഗ്ലൂരൊക്കെ നമ്മൾ പറയില്ലേ, ബാംഗ്ലൂരത്തെ പിള്ളേർ എപ്പോഴും മോശമാണ്. ബാംഗ്ലൂരത്തെ പിള്ളേരല്ല മോശം, നിങ്ങളത് മനസ്സിലാക്കും. ചെന്നൈയിലെ പിള്ളേരല്ല മോശം. ചെന്നൈയിൽ ജനിച്ചു വളർന്ന പിള്ളേര് കേരളത്തിൽ ജനിച്ചു വളർന്ന പിള്ളേരെക്കാളും ഫാർ ബെറ്റർ. എനിക്കറിയാം, അവിടെ കൊന്തയുണ്ട്, കുംസാരമുണ്ട്, അത്യാവശ്യം പള്ളിപ്പൊക്കൊക്കെ ഉണ്ട്, അത്യാവശ്യം ബഹുമാനമുണ്ട്. പക്ഷേ ഇവിടുന്ന് ഒരു 12ാം ക്ലാസ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്, അവരാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അവിടെ ജനിച്ചു വളർന്നുള്ളൊരു വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ കണ്ട പിള്ളേരുണ്ട്, ഞാൻ ചെല്ലുമ്പോൾ 1 വയസ്സ് 6 മാസത്തിൽ പിള്ളേരൊക്കെ ഇപ്പോഴും നന്നായിട്ട് ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടത്തേക്കാളും മെട്രോപൊളിറ്റൻ സിറ്റി. ഞാൻ കഴിഞ്ഞ 2 ആഴ്ച ഗൾഫിലായിരുന്നു, എൻ്റെ പെങ്ങളുടെ അടുത്തായിരുന്നു. എത്രയോ ബെസ്റ്റ് അവിടുത്തെ പിള്ളേരൊക്കെ ഇവിടെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈഗോ ബേബി ചേട്ടനൊക്കെ ചേച്ചിനെ കണ്ടുപിടിക്കണം അല്ലെ. ഇതിപ്പോ 50 വർഷം ഈ മനുഷ്യനോട് ജീവിച്ചില്ലേ? ഞാൻ വേറെ അർത്ഥത്തിൽ പറഞ്ഞ ഈ മനുഷ്യനോട് ജീവിച്ചില്ലേ? ബേബി ചേട്ടൻ ഒരു പെണ്ണിനോട് ജീവിക്കാൻ പറഞ്ഞ എളുപ്പമാണ് മധ്യകാലത്ത്. ഞാനതല്ല കല്യാണം കഴിക്കാൻ. ഇവരൊക്കെ ജീവിച്ചില്ലേ? ഇവരെ കണ്ടാൽ മതി, വേറെ പുസ്തകമൊന്നും ബൈബിളൊന്നും വായിക്കാൻ പോകണ്ട. അതുകൊണ്ട് ഇവരൊക്കെ കരുത്തായിട്ട് ഇവരൊക്കെ കണ്ടുപഠിക്കണം. കൊച്ചു പിള്ളേരൊക്കെ ഇവരൊക്കെ കണ്ടുപഠിക്കണം, അങ്ങനെ ജീവിക്കണം. അല്ലെങ്കിൽ ജീവിച്ചിട്ട് എന്ത് കാര്യമുണ്ട്? സിംഗിൾ പാരന്റ് എന്ന് പറഞ്ഞത് 60% പേരും ബാംഗ്ലൂരൊക്കെ സിംഗിൾ പാരന്റ്. ലണ്ടനിലൊക്കെ കലർനാട്ട് പിതാവ് ശക്തമായിട്ട് പറഞ്ഞു 80% സിംഗിൾ പാരന്റ്. എന്തിന് ജന്മം പാടാക്കിയവരെ? എല്ലാവർക്കും 5 ലക്ഷം രൂപ ശമ്പളം. എനിക്കറിയാം, ഞങ്ങൾക്ക് ഒത്തിരി പേര്. ഞാൻ ബാംഗ്ലൂരിന്റെ ബോർഡറിലായിരുന്നു കുറേ നാൾ. 3.5 വർഷം ഞാൻ ഹോസ്റ്റൂരായിരുന്നു. ഈ ഇലക്ട്രോണിക് സിറ്റിയിലൊക്കെ എനിക്ക് ഇഷ്ടം പോലെ ഇന്റർനാഷണൽ സ്കൂളുണ്ട്. അവിടുത്തെ മിക്കവാറും പിള്ളേര് ചോദിച്ചു കഴിഞ്ഞാൽ സിംഗിൾ പാരന്റ്. എന്ത് പറ്റി നമുക്ക്? അതുകൊണ്ട് ഞാനത് നെഗറ്റീവായിട്ട് പറയുന്നതല്ല, ഇവരെ പോസിറ്റീവായിട്ട് എടുക്കണം. നമ്മൾ ഇവർക്ക് കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടായിരിക്കാം, ഇവരെടുക്കണം, ഇവരെ പഠിക്കണം. അല്ലാതെ കുറെ സൈക്കോളജി പഠിച്ച് കുറെ സോഷ്യൽ മീഡിയാസിൽ വരുന്ന കുറെ ആപ്പ് ഉപകാര കാര്യങ്ങളല്ല പഠിക്കേണ്ടത്. ഇവരെ പഠിക്കണം, മുമ്പിൽ നിൽക്കുന്ന ഇവരെ പഠിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട്. അതുകൊണ്ട് ബേബി ചേട്ടാ, ചേച്ചി ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു പരിപാടിക്ക്. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് വന്നത്. ഞാൻ ഇന്നലെ എത്തിയുള്ളൂ ചെന്നൈയിൽ. അത് ഇന്നലെ തന്നെ ഞാൻ ട്രെയിൻ കയറിയത്. ഇങ്ങനെയുള്ള വാർഷികൾക്ക് വരാൻ എനിക്ക് താല്പര്യം. ഇന്ന് നാളെ തിരിച്ച് പോകും വേണം എനിക്ക്. അടുത്ത ഞായറാഴ്ച വീണ്ടും പറഞ്ഞു എനിക്ക്. ഞാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രായമായ ഒരു മനുഷ്യൻ്റെ, കാരണം ക്രിക്കറ്റിലെ പള്ളിക്ക് ഒത്തിരി സഹായിച്ചിട്ടുണ്ട് ഈ മനുഷ്യൻ. പള്ളിപ്പണിയുടെ സമയത്തൊക്കെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. എന്നാൽ അവിടെയൊക്കെ ഇവിടുത്തെ പള്ളിപ്പണിനെ പോലെയല്ല, അവിടെയൊക്കെ പള്ളിപ്പണിയാൻ മാത്രം എളുപ്പമൊന്നുമല്ല, ഒത്തിരി കഷ്ടപ്പാടുണ്ട്. അപ്പോൾ ഇവരൊക്കെ കൂടെ നിന്നിട്ടാണ് ആ പള്ളി പണിതത്. അവർക്ക് വിചാരിച്ചിട്ടാണ് ഞാൻ. അതുകൊണ്ട് പിതാവിൻ്റെ പേരിലും അവിടെ ഉണ്ടായിരുന്ന അച്ഛന്മാരുടെ പേരിലും എല്ലാവരുടെ പേരിലും എല്ലാത്തിനും ഒത്തിരി ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. കർത്താവായ ഈശോയെ മക്കളെ പെട്ടെന്ന് ഇന്ന് സമർപ്പിക്കുന്നു. കർത്താവിന് 50 വർഷം നീ സ്ഥാപിച്ച വിശുദ്ധ കുദാശയിൽ അന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും, സുഖത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും സന്തോഷത്തിലും സന്താപത്തിലും എല്ലാത്തിലും നീ പറഞ്ഞ വചനമനുസരിച്ച് ജീവിക്കുവാനായിട്ട്, അന്ന് വചനത്തേക്കാൾ അധികമായിട്ട് വിശുദ്ധ കുർബാനയുടെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ് മാതാപിതാക്കന്മാർ പറഞ്ഞതനുസരിച്ച് ജീവിച്ച് ഒരു നല്ലൊരു ദാമ്പത്യ ജീവിതം കെട്ടിപ്പടുക്കുവാനായിട്ട് ഇവരെ കൊണ്ടായി.
അവർക്ക് നല്ല മക്കൾക്ക് ജന്മം കൊടുക്കാനായിട്ട് സാധിച്ചു. ആ മക്കൾക്ക് നല്ല മക്കളെ ജന്മം കൊടുക്കാനായിട്ട് സാധിച്ചു. ഒത്തിരി ബന്ധുമിത്രാദികൾക്ക് മുമ്പിൽ വെച്ച് ഈ 50 വർഷം ആഘോഷിക്കാൻ ഇവർക്ക് സാധിച്ചു. പലർക്കും സാധിക്കാത്തത് ഇവരെ കൊണ്ട് സാധിപ്പിച്ചതിന് ഓർത്ത് നന്ദി പറയുന്നു. കർത്താവായ ദൈവമേ, ഇവരെ അനുഗ്രഹിക്കണമേ. എപ്പോഴും എല്ലാറ്റിനും വേണ്ടി കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് നന്ദി പറയുകയും ഈ വചന ശക്തിയായി ഞാൻ പ്രാർത്ഥിക്കുന്നു. 3 യോഹന്നാൻ 2 വചന ശക്തിയായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവിന്റെ സ്നേഹവാചനമേ, നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളിലും നിനക്ക് ഐശ്വര്യം ഉണ്ടായിരിക്കട്ടെ, ആരോഗ്യം ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനം 121, സങ്കീർത്തനം 127, സങ്കീർത്തനം 128 വചന ശക്തി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവരെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ഇവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. സകല വിശുദ്ധവരും ഉണ്ടായിരിക്കണമേ. നന്മ പറഞ്ഞു പറയുമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെടാവുന്നു, അങ്ങനെ ദൂരമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. വിശുദ്ധമേ തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളമേ. ആമേൻ. കർത്താവായ ഈശോയെ മക്കളെ പ്രത്യേകം സമർപ്പിക്കുന്നു, അനുഗ്രഹിക്കണമേ. കർത്താവായ ഈശോയെ ഇതിനെ പ്രതികാരമായിട്ട് ഞാൻ യേശുവിന്റെ നാമത്തിൽ എല്ലാ പ്രശസ്തവും നീങ്ങി പോകട്ടെ. ഇവർക്ക് ജന്മം കൊടുത്ത മാതാക്കന്മാരെ സഹോദരി സഹോദരരെ അനുഗ്രഹിക്കണമേ. ഇവർക്ക് സമർപ്പിക്കുന്നു. ഇവർ ജന്മം കൊടുത്ത മക്കളെ അനുഗ്രഹിക്കണമേ. എല്ലാവരെയും സമർപ്പിക്കുന്നു, അനുഗ്രഹിക്കുന്നു. സഹവാസവും ഇപ്പോഴും എപ്പോഴും എന്നേക്കും പ്രാർത്ഥിക്കാം. മമ്മി ഡാഡിനെ നോക്കിയാൽ മതി, ഞങ്ങൾ നോക്കണ്ട. അച്ഛൻ്റെ സന്ദേശം എല്ലാവർക്കും ഒരു മാതൃക കൂടിയാണ്. അടുത്തായി ഡാഡിക്കും മമ്മിക്ക് ഗിഫ്റ്റ് നൽകുന്ന ചടങ്ങ്. ഡാഡി മമ്മിക്ക് ഗിഫ്റ്റ് നൽകും. അടുത്തതായി പെൺമക്കളുടെ 2 കുടുംബങ്ങളും ചേർന്ന് മമ്മിക്കും ഡാഡിക്കും ഗിഫ്റ്റ് നൽകി ആദരിക്കും. അടുത്തതായി ആശംസാ പ്രസംഗത്തിനായി ഡാഡിയുടെ അനുജനും ഫെഡറൽ ബാങ്കിലെ സീനിയർ മാനേജറായി റിട്ടയർ ചെയ്ത ഷോബി പേപ്പനെ ഞങ്ങൾ ക്ഷണിക്കുന്നു. വിചാരിച്ച ബേബിയുടെ ചേച്ചി ഇവിടെ വന്നിട്ടുള്ള നമ്മുടെ ബന്ധുമിത്രാധികാരം ഇവർക്ക് ആശംസ പറയാനാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നെങ്കിൽ ആശംസയുടെ കൂട്ടത്തിൽ ബേബി കുറച്ച് 1-2 കാര്യങ്ങൾ ഞാൻ ഒന്ന് സൂചിപ്പിക്കുകയാണ്. ബേബിയുടെ ഞങ്ങളുടെ കുടുംബത്തിലെ മൂത്ത കാരണവരാണ്. അതായത് വാലിക്കര വാർണടി മറിക്കുട്ടിയുടെ 9 മക്കളിൽ ആൺമക്കൾ മൂത്തതാണ്. ഏറ്റവും മൂത്തത് പെങ്ങളാണ്. അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ഒരു കണ്ണും ശ്രദ്ധയും പണ്ടേ തൊട്ടുണ്ടായിരുന്നു, അത് ഇപ്പോഴും ഉണ്ട്. അത് അതുകൊണ്ട് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ അപ്പനും അമ്മയും കഴിഞ്ഞാൽ പിന്നെ ഉള്ള 2 അപ്പനമ്മമാരാണ് മൂത്ത സിസ്റ്ററി പെങ്ങളും ബേബിയേട്ടനും. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും നല്ല ഗൈഡൻസും മാർഗനിർദ്ദേശങ്ങളും എല്ലാ അഭിപ്രായങ്ങളൊക്കെ തരാറുണ്ട്. അതിനൊക്കെ നന്ദിയുണ്ട്. പിന്നെ ചേച്ചി എന്ന് വെച്ചാൽ ഞാൻ 8ൽ പഠിക്കുന്ന സമയത്താണ് ബേബിയുടെ കല്യാണം കഴിഞ്ഞത്. അപ്പോൾ എൻ്റെ വീട്ടിൽ വരുന്ന നമ്മൾ കാണുന്ന ആദ്യത്തെ ചേട്ടന്മാരുടെ ആദ്യത്തെ ചേട്ടന്മാരാണ്. അപ്പോൾ നമുക്ക് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എന്താണ് ആകെയുള്ള ഓർമ്മ ബേബിട്ടൻ പറഞ്ഞ പോലെ
കല്യാണത്തിന് രാവിലെ അമ്മാടം പള്ളിയിൽ കല്യാണത്തിന് പോയി. അവരുടെ ഇളപ്പൻ്റെ വീട്ടിൽ അന്ന് കയറ്റിയെടുത്തുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ കയറ്റിയിരുന്നു രാവിലത്തെ ഭക്ഷണം അവരുടെ ഇളപ്പൻ്റെ വീട്ടിൽ വെച്ച് കൊശാലായിട്ട് കഴിച്ചു. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഉച്ചയാവാറായപ്പോൾ ചേച്ചിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അന്ന് അപ്പോൾ എനിക്കന്ന് അറിയില്ലായിരുന്നു 2 വീട്ടിൽ നിന്ന് ഉച്ചഭക്ഷണം കഴിക്കണം എന്നുള്ള കാര്യം. പെണ്ണിൻ്റെ വീട്ടിൽ നിന്നും ചെറുക്കൻ്റെ വീട്ടിൽ നിന്നും കഴിക്കുക എന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. അതൊന്നൊരു മിസ്സിങ് ആയിട്ട് തോന്നി. ആദ്യം ചേച്ചിയുടെ വീട്ടിലെ പോയി അവിടെ നിന്ന് കഴിച്ചു. പക്ഷേ നമ്മുടെ വീട്ടിൽ നിന്ന് കല്യാണം കൊണ്ട് കഴിക്കാൻ ഞാൻ മറന്നു. വൈകുന്നേരം ആരെ പറഞ്ഞപ്പോഴറിഞ്ഞ് കല്യാണക്കുടിക്കാർ പോയവർ ഇവിടെ നിന്നും കഴിക്കേണ്ടതായിരുന്നു എന്ന്. പിന്നെ അതെനിക്ക് ഓർമ്മയുണ്ടായില്ല. കാരണം നമുക്ക് അത്രയൊന്നും ഈ കാര്യങ്ങളെ കുറിച്ചൊന്നും പരിചയമില്ല. പക്ഷെ അതിനൊരു ഇത് കാര്യം പറഞ്ഞു എന്ന് മാത്രം. പിന്നെ ഞാൻ നടക്കാത്ത കാര്യങ്ങളൊന്നും ഇവർക്ക് വലിയ കാര്യങ്ങളൊന്നും 500 കൊല്ലം ഇവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിച്ചിരിക്കട്ടെ എന്നൊന്നും ഞാൻ ആശംസിക്കാൻ തയ്യാറല്ല. പക്ഷെ ഒരു ചെറിയ ആശംസ ഞാൻ പറയാണ്. 75-ാം വാർഷികം ഇവര് വിവാഹ വാർഷികം ആഘോഷിക്കട്ടെ. ഈ വന്നവർക്ക് എല്ലാവർക്കും അതിന് പങ്കെടുക്കാനുള്ള ഒരു അവസരം കൂടി ഉണ്ടാവണം. അതിനുവേണ്ടി ഇനിയുള്ള കാലം അവര് ആയുരാരോഗ്യത്തോടെ ജീവിക്കട്ടെ. അതിന് എല്ലാ ആശംസകളും നൽകുന്ന ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. അടുത്തതായി ഇവരുടെ വിവാഹം നടക്കുന്ന സമയത്ത് 2 വയസ്സുണ്ടായിരുന്ന ഇവരുടെ മമ്മിയുടെ ആംഗ്ല സന്നിച്ചനെ വിളിക്കുകയും ആശംസ അർപ്പിക്കുന്നതിനായി. ഇദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവരുടെ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു സൊസൈറ്റി അദ്ദേഹം രൂപീകരിച്ചിട്ട് അദ്ദേഹം തന്നെ 2 വാക്ക് സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞല്ലോ, അതായത് എനിക്കിപ്പോൾ 52 അല്ല 53 കിടക്കാണ്. അതെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ എത്ര പ്രായമുണ്ട് ഇവരുടെ വിവാഹം കഴിയുന്ന സമയത്ത് എനിക്കെന്നുള്ളത്. അത് അന്നുള്ള അറ്റാച്ച്മെന്റ് തന്നെയാണ് എനിക്ക് ഇപ്പോഴും ഉള്ളത് കേട്ടോ. എന്നുവെച്ചാൽ അന്ന് ഞാൻ ഇന്നലെ പോലും എൻ്റെ മകളോട് പറഞ്ഞ് തമാശയായിട്ട് ഇങ്ങനെ ചിരിക്കുകയായിരുന്നു. ഞങ്ങൾ ഇന്നലെ പറയുകയും ചെയ്തു ഫോൺ ചെയ്തപ്പോൾ. അതായത് വിവാഹം കഴിഞ്ഞിട്ട് ആദ്യത്തെ തവണയോ 2ാമത്തെ തവണയോ വീട്ടിൽ വന്നിട്ട് പോകുന്ന സമയത്ത് എൻ്റെ വീട് വളരെ ചെറിയൊരു വീടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുക്കള എന്ന് പറഞ്ഞാൽ അതിനേക്കാളും ചെറുതാണ്. അതിൻ്റെ വാതിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ തല മുട്ടുന്ന ഒരു വാതിലായിരുന്നു അങ്ങോട്ട് കിടക്കുന്നു. അപ്പോൾ ആ വാതിലിൻ്റെ സൈഡിലാണ് എന്താണ് നമ്മുടെ ഈ ഓരല്, അതുപോലെ ഒലക്ക ചാരി വയ്ക്കും, ഓരല് അവിടെ ഉണ്ടാവുക. അപ്പോൾ അന്നത്തെ ദിവസം ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവര് വന്നിട്ട് പോകുന്ന ഒരു സമയത്ത് എനിക്ക് പ്രത്യേകിച്ച് ദേഷ്യം വരികയാണ്. ദേഷ്യക്കാരനായിരുന്നു അന്ന്. അപ്പോൾ അന്നേരം ഞാൻ ഓലക്ക എടുത്തിട്ട് വരികയാണ് അളിയനെ തല്ലാൻ വേണ്ടിയിട്ട്. അതെ അതെ അതെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു എൻ്റെ സഹോദരിയും അളിയനുമാണ്. അപ്പം ഈ 50-ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ നമുക്കൊക്കെ സംബന്ധിക്കാൻ സാധിച്ചത് തന്നെ വളരെ വലിയൊരു കാര്യമാണ്. അവർക്ക് എല്ലാവിധ, എൻ്റെ അപ്പച്ചൻ അവിടെ ഇരിക്കുന്നുണ്ട്, അദ്ദേഹം നോക്കുകയാണ്, കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, ചിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവിധ ആശംസകളും നേരെയാണ്. സന്തോഷം. വല്ലാണ്ട് നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അടുത്തതായി ആശംസ അർപ്പിക്കുന്നതിനായി 2ാമത്തെ മരുമകനും എൻ്റെ കോപ്രദർമുമായ ജോൺ പോളിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡാഡിയുടെ മമ്മിനെ കുറിച്ച് പറയുന്നെങ്കിൽ ഡാഡി ഭയങ്കര ദേഷ്യക്കാരനാണ്. ഏതെടുത്താലും ഒരു ടെൻഷൻ ദേഷ്യം എപ്പോഴും ഉണ്ടാവും, കൂടെ പറഞ്ഞതാണ്. അപ്പൊ ആ ദേഷ്യത്തിൽ ഒരു അർത്ഥം ഉണ്ടാവും, ഒരു ന്യായം ഉണ്ടാവും. അതാണ് ഞാൻ ഡാഡിയുടെ കയ്യിൽ നിന്ന് പഠിച്ചത്. പിന്നെ അതിനനുസരിച്ച് മമ്മിയാണെങ്കിൽ ഭയങ്കര ശാന്തമാണ്. മോനെ എങ്ങനെ ചെയ്യില്ല അങ്ങനെ ചെയ്യില്ല മോളെ എന്ന് പറഞ്ഞ് എപ്പോഴും ഒരു എന്താ പറയാ നല്ലൊഴുകി കൊണ്ടുപോണ ഒരു മമ്മിയാണ്. അതാണ് ഞങ്ങളുടെ ഫാമിലി മമ്മിയുടെ കയ്യിൽ നിന്ന് പഠിച്ചത്. ഇതേപോലെ ഞങ്ങളും ഞങ്ങളുടെ ഫാമിലിയൊക്കെ ചേർന്ന് ഡാഡിയുടെയും മമ്മിയുടെയും നല്ല ഗുണങ്ങൾ നിങ്ങൾ എടുത്തിട്ടുണ്ട്. ചീത്ത എല്ലാവരെങ്കിലും ഉണ്ടാവും, 1-2 ചീത്തകളുണ്ടാവും, അതൊന്നും എല്ലാവർക്കും പറയാൻ പറ്റില്ല. പക്ഷേ നല്ലത് നമ്മൾ എടുത്ത് നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരണം. മലയാളം എനിക്ക് എത്ര ക്ലിയർ ആയിട്ട് വരുന്നില്ല, അത് കാരണം ഞാൻ ഇങ്ങനെ പറയുന്നത്. പിന്നെ ഡാഡിയുടെ മമ്മിയുടെ 50ാമത്തെ വാർഷികമാണ് നമ്മൾ കൊണ്ടാടുന്നത്. 60ാമത്തത് ഇതേപോലെ നമ്മൾ ചെയ്യും. അതിനുള്ള ആശംസകൾ ദൈവം നൽകട്ടെ എന്ന് എൻ്റെ വാക്കിൽ ഞാൻ ചോദിക്കുന്നു. നന്നായി.
ഇനി ആർക്കെങ്കിലും ആശംസ അർപ്പിക്കുന്നതിന് സ്റ്റേജിലേക്ക് കടന്നു വരാം. വയോ അതിലോട്ട് വയോ മുൻവശത്ത് വന്നിരിക്കും. "50 years of marriage is a golden achievement in every sense. 50 years of love, 50 years of sharing, 50 years of togetherness. And they have completed this milestone today. All of them get married, but very few attain this golden movement. And I am so proud that baby uncle and sissy auntie have reached that milestone successfully. I have taken a lesson from baby uncle. When you kneel before God, He will stand up for you. And when He stands up for you, no one can stand against you. And this is what He has taught us. As He used to work, morning He goes out to work, evening He returns tired. But that tiredness does not affect Him. He goes to build His parish, to literally construct brick on brick. He used to work so hard for his parish. And you see how much God has returned to him. 100 times, I tell. Never has he come away from God. And this is my slogan I have taken from him. When you kneel before God, He will stand up for you. And when He stands up for you, no one can stand against you. And you can see that well over here. Two precious parents and beautiful daughters settled, and responsible sons-in-law, wonderful children. What more do parents need? They have attained the peak, and they take this opportunity to felicitate as well as to congratulate on this enduring mission. Now let me go back to the memory lane. As you all know, I am the daughter of P.K. George, Palekara Kunjupalu George. We were in Chennai, and I used to meet baby uncle since he was a bachelor. For us, baby uncle and John uncle. John uncle is here? Is in US. My fading memories are of baby uncle and John uncle coming to our home. Every Sundays, we used to have these bachelors coming home, my mother preparing delicacies for them. We used to stand by the window, catching onto the bars, looking out long. Baby uncle Verinda, John uncle Verinda. They were real guests for us. Coming to our home was a feast for us. Baby uncle and John uncle. We just can't forget that. And we used to go outing. In those days, going outing was going to Marina Beach. And then, much to arouse your envy, Juby and Juicy, your father had taken me in his arms much before than you both. He used to carry me on the Marina Beach long. I hope baby uncle remembers walking by the seashores, and my mother used to tell, "Baby, eppozhum ninne ingane eduthu nadakkum. Ella ishta." He used to come home and we used to really enjoy.
Those were my little memories in Chennai. And then we grew up. In 1989, I entered Stella Maris College, Chennai. And the happiest man ever was baby uncle. He was so proud. Those days, getting into 30 years ago, getting into Stella Maris was a Herculean task. And when I got in, he was very happy. He went around telling his friends, and Stella Maris. And then by the time I finished my MA, my father retired and my parents settled here in Thrissur, and baby uncle was my guardian. I was doing my B.Ed. He was my guardian. He used to take me home for the weekends, serve me all the dishes, Sissy auntie and baby uncle. And then Juby and Juicy were just in 10th, 11th standard, little children. And we used to enjoy those days. I hope I'm not boring you people. These are my memories of baby uncle and John uncle, which I should tell. And at this precious moment, again, I take this opportunity to congratulate baby uncle and Sissy auntie. Thank you. Thank you, Chichi. ഞങ്ങളുടെ ഡാഡി മമ്മിയെയും ഞങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞതിന് പ്രത്യേകം നന്ദി പറയുന്നു. ഈ അവസരത്തിൽ ഞാൻ നെറ്റച്ചേട്ടൻ ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ ആവടി ജോർജേട്ടെന്ന് ഞങ്ങൾ വിളിക്കുക. അത് ഡാഡിക്ക് അങ്ങനെ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്. അടുത്തൊരു ഫ്രണ്ടാണ് അന്തോണി ചേട്ടൻ. അന്തോണി ചേട്ടൻ്റെ മകൻ സോണി ചെന്നൈയിലാണ് പഠിച്ചിട്ടുള്ളത്. അതും ഞങ്ങളുടെ ഡാഡി തന്നെയാണ് ഗാർഡിയൻ. കുറേ കുട്ടികളുടെ ഗാർഡിയനാണ് ഞങ്ങളുടെ ഡാഡി ചെന്നൈയിൽ. അതോടൊപ്പം തന്നെ ഒരു പ്രത്യേക കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. റിച്ചി ചേച്ചിയുടെ ഹസ്ബൻഡ് ജോൺസൺ ചേട്ടനാണ് ഞങ്ങളുടെ ചെയ്യാത്തുള്ള വീട് കൺസ്ട്രക്ഷൻ ചെയ്തു തന്നത്. അദ്ദേഹം പ്രത്യേകം നന്ദി പറയുന്നു ഈ അവസരത്തിൽ. അന്തോണി ചേട്ടനെ ക്ഷണിക്കും. ഇദ്ദേഹം പറഞ്ഞ പോലെ ഞാനാണ് അന്തോണി ചേട്ടൻ എന്ന് പറഞ്ഞ ആള്. എൻ്റെ മകൻ മദ്രാസിലാണ് പഠിച്ചിരുന്നത്. ഒത്തിരി കാലം ഒരു 10 വർഷത്തോളം ബേബിയുടെ നാട്ടിലായിരുന്നു മകൻ പഠിച്ചിരുന്നത്. ആളിപ്പോൾ ഒരു സ്ഥലത്തില്ല. എങ്കിലും ഈ 50-ാം വർഷം ആഘോഷിക്കുന്ന ഈ വിവാഹ വർഷം 50 ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ബേബിക്കും സിസിക്കും ഞാൻ പ്രത്യേകം ആശംസ പറയുന്നു. അതോടൊപ്പം തന്നെ ഇനിയുള്ള കാലം ഒരു വജ്ര ജൂബിലി ആഘോഷിക്കാൻ ഒരു സാഹചര്യം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അദ്ദേഹത്തോടുള്ള ബഹുമാനമായി ഞാൻ അദ്ദേഹത്തിന് രണ്ടുപേർക്കും ഒരു പൊന്നാട അണിയിക്കാൻ ഉദ്ദേശിക്കുന്നു. രണ്ടുപേരെ ഞാൻ അതിന് അടുത്തതായി ആർക്ക് ആശംസ അർപ്പിക്കുന്നതിന് സമയം ഒരുപാടായെന്ന് അറിയാം. ഞാൻ അധികം നീട്ടില്ല. പക്ഷെ 2 വാക്ക് വലിപ്പനും വലിയമ്മയ്ക്ക് ഇവിടെ വന്നതെന്ന് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് മനസ്സമാധാനമായിട്ട് ജീവിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ വന്നത്. ഞാൻ വലിപ്പൻ്റെ വലിയമ്മയുടെ അനിയൻ്റെ മോളാണ് അജീന. എല്ലാവരും ചെന്നൈയിൽ വലിപ്പൻ ഗാർഡിയനായൊരു കാര്യം പറയായിരുന്നു. എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ, എനിക്ക് തോന്നുന്നു എല്ലാവരും ഓർമ്മ വെച്ച കാലം മുതൽ വലിപ്പനും വലിയമ്മയും ചെന്നൈയിലാണ്. ചെന്നൈയിലിരുന്ന് തൃശ്ശൂരുള്ള കേരളത്തിലുള്ള ഞങ്ങളെ നോക്കിയ ഒരു വലിപ്പനും വലിയമ്മയാണ് ഞങ്ങളുടെ ഓർമ്മയിലുള്ളത്. ഞങ്ങൾക്ക് ഒരിക്കലും വലിപ്പനും വലിയമ്മ അങ്ങനെ ദൂരെ കിടക്കുന്ന ഒരാൾക്കാരായിരുന്നു. എനിക്ക് തോന്നുന്നു വീട്ടിലെല്ലാവർക്കും അങ്ങനെയാണ്. എല്ലാ പരിപാടികൾക്കും അവർ ഓടിയെത്തും. എല്ലാ കാര്യങ്ങൾക്കും ഞാൻ വലിപ്പനെ അങ്ങോട്ട് വിളിച്ച്, എൻ്റെ എക്സാമിൻ്റെ സമയത്തൊക്കെ ഞാൻ വലിപ്പനെ അങ്ങോട്ട് വിളിച്ച് പ്രാർത്ഥിക്കാൻ പറയണേക്ക് മുന്നേ വലിപ്പൻ എന്നോട് ഇങ്ങോട്ട് വിളിച്ച് പറയും
പരീക്ഷയില്ല, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറയും. അപ്പോൾ ചെന്നൈയിൽ ഇരുന്ന് ഞങ്ങളെ സ്നേഹിച്ച അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഞങ്ങളുടെ സ്നേഹം ഞങ്ങൾക്കൊരു കുറവ് വരാതെ ഞങ്ങളുടെ കുടുംബത്തെ സ്നേഹിച്ച ഒരു അനുഭവമാണ് വലിയപ്പനെയും കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത്. വലിയമ്മനെയും ഒരു പറഞ്ഞാൽ എനിക്ക് തീരില്ല, അത്രയും എനിക്ക് പറയാനുണ്ട്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ അത്രയും ഒരു മോട്ടിവേഷനാണ് വലിയപ്പനും വലിയമ്മ മോളെ വെച്ച് പഠിക്കുന്നില്ലേ, അല്ലെങ്കിൽ എൻ്റെ ഓരോ സ്റ്റെപ്പിലും എനിക്ക് അത്രയും മോട്ടിവേഷൻ ആയിരുന്നു. അപ്പോൾ എനിക്ക് പറഞ്ഞാൽ തീരില്ല. അപ്പോൾ എല്ലാവിധ ആശംസകളും വലിയപ്പനും വലിയമ്മയ്ക്കും ഇനിയുള്ള ജീവിതത്തിലേക്ക് നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയപ്പന് വലിയമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്നുള്ള ഒരു ഉറപ്പാണ് എനിക്ക് തരാനുള്ളത്. എനിക്ക് എനിക്കും എൻ്റെ കുടുംബത്തിന് എല്ലാവർക്കും നൽകിയ എല്ലാ പ്രാർത്ഥനകൾക്കും സഹായങ്ങൾക്കും ഒക്കെ ഒത്തിരി നന്ദിയോടെ ഓർക്കുന്നു. താങ്ക് യു. അജീനയുടെ ഹസ്ബൻഡ് ഈ പ്രാവശ്യത്തെ IAS കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ആളാണ്, ഡോക്ടർ ഐസക്. അദ്ദേഹത്തിന് പ്രത്യേകം പ്ലീസ്. ഇനി അടുത്ത ഒരു 1:30 ഈ സമയം, അപ്പം നമ്മൾ ഇനി നീട്ടി കൊണ്ടുപോകണതിൽ അർത്ഥമില്ല. ഫുഡ് കൗണ്ടേഴ്സ് എല്ലാം ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മുടെ ജൂബിലി ഫംഗ്ഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളെ ഡിഷസ് എല്ലാവരും കഴിച്ച് ആസ്വദിച്ച് വേണം ഇവിടെ നിന്ന് പോകാൻ. താങ്ക് യു.
could have. I could have.
Carlton.